ഹലോ വൈസ്, ഹലോ 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 ഹലോ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇത് നമ്മളെ ജി ടി ഒന്നല്ല, ലൈക്ക് പുതിയൊരു കണ്ടന്റാണ്. ഓ, ട്യൂണൊക്കെ വന്നല്ലോ. ലൈക്ക് കുറേ കാലമായി ചെയ്യണം എന്ന് വിചാരിക്കുന്ന സംഭവമാണ്. കുറേ സ്റ്റീമിൽ ഫ്രീ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. ഇത് ഫ്രീ അല്ല, ഇത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇത് നോക്കിയിട്ട് ഒറിജിനൽ വാങ്ങിക്കണ വേണ്ടെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓ, നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് എങ്ങനെ നടത്തുന്നത് എന്താണ് വീഡിയോ. ഹിഹി, അത് വേറെയാണ്. കുറച്ച് ഇതായിരിക്കും. എന്തായാലും ഇതാണ് എൻ്റെ പുതിയ സൂപ്പർ മാർക്കറ്റ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കടമൊക്കെ വലുതാക്കി കസ്റ്റമേഴ്സിനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് ലാഭം ഉണ്ടാക്കണം. അതാണ് പരിപാടി. ഇത് സ്റ്റോറേജ് റൂമാണ്. ഇത് ഫുൾ വെർഷൻ്റെ അകത്താണ് ഉള്ളത്. ഇതാണിപ്പോൾ നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് വലുതാക്കാൻ പറ്റും, കുറച്ചൊക്കെ വലുതാക്കാൻ പറ്റും. പക്ഷേ മറ്റേ പെയ്ഡ് വെർഷൻ്റെ അകത്താണ്, പെയ്ഡല്ല ഫുൾ വെർഷൻ്റെ അകത്താണ്. ഫുൾ വെർഷൻ പെയ്ഡാണ്. അതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഫുൾ സംഭവങ്ങൾ വരുന്നത്. സ്റ്റോറേജ് റൂം എസ് കിട്ടും നമുക്ക്. കുറച്ചുകൂടി ഭയങ്കര വലിയ കടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ക്യാഷിങ്ങിൻ്റെ ഇത് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാർഡ് നടക്കത്തില്ല. ഇവിടെ ക്യാഷ് വെള്ളിയാണ് കേട്ടോ. പക്ഷേ മറ്റേതിൻ്റെ അകത്ത് കാർഡൊക്കെ എടുക്കും. നമുക്കിപ്പോൾ ഫസ്റ്റ് എന്തായാലും ഇവിടെ ഷോപ്പിൽ സാധനങ്ങളൊന്നുമില്ല. കുറച്ച് സാധനം വാങ്ങിക്കാൻ പറയുന്നുണ്ട്. ഓർഡർ ഗുഡ്സ് യൂസിങ് യുവർ കമ്പ്യൂട്ടർ. മാർക്കറ്റിൽ പോകാം, എല്ലാം വാങ്ങിക്കണ. ഓർഡർ ഗുഡ്സ് ഒന്നതിരിക്കട്ടെ, ഏതിരിക്കട്ടെ. എവിടെ ഇതൊക്കെ കാശ് തീരുമല്ലോ ഇപ്പോൾ. ഇതിനൊക്കെ കൊടുക്കത്തല്ല. ഇതിരിക്കട്ടെ. ആഹാ, റിമൈനിങ് $2. അശ്ശു, $102 കേട്ടാ. അപ്പം നമുക്ക് ഒരു ദിവസം ഞാൻ വാങ്ങിക്കും. വില കുറഞ്ഞ സാധനം കളയാം. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഓക്കെ, പുറത്ത് സാധനം വന്നിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് ഷെൽഫി വെക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. എന്തൊരു സാധനം എന്നാലോ. ത്രോ ദ ബോക്സ് ഇൻ ടു ട്രാഷ്. ആയിക്കോട്ടെ. ഇതെന്തര്? ചോക്കി പിക്ക. ഇവിടുത്തെ ചോക്കോസിൻ്റെ പേര് ഡ്യൂപ്ലി സാധനമുണ്ട് കേട്ടാ. ഫസ്റ്റ് കോപ്പി എന്തോന്ന്. നമുക്ക് എന്തായാലും സാളൊക്കെ നിറച്ച് വെക്കാം. ആൾക്കാർ മുട്ട 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 കോഴിമുട്ട. ഓക്കെ, അപ്പോൾ സാൾ സെറ്റ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, പ്രൈസ് ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് $4. മാർക്കറ്റ് പ്രൈസിനൊന്നുമില്ല, ഒന്ന് വില കുറച്ച് കൊടുക്കും. ഉദ്ഘാടനം. മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും 38 പൈസ കുറവുണ്ടെന്ന്. അത്രേ ഉള്ളൂ. നമ്മൾ ഫുൾ ഇങ്ങോട്ട് $2. അപ്പോൾ നമുക്കൊരു 2.5 ഇടാം. ഓക്കെ, അപ്പം സെറ്റ്. 3 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ അങ്ങോട്ട് ഇന്ന് $9 ബാലൻസ് ഉള്ളത്. $9. കട കൂട്ടുമ്പോൾ എത്ര $1 കിട്ടുമോ എന്തോ. അപ്പോൾ കട അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാം. അതെ, പിന്നെ തമിഴിൽ കണ്ട പോലെ തക്കാളി ഒന്നും വന്നിട്ടില്ല കേട്ടാ. തക്കാളിയുടെ എന്തോ സാധനം തോന്നുന്നു. തക്കാളിയൊന്നും സ്റ്റോക്ക് വന്നിട്ടില്ല. തക്കാളിയൊക്കെ വരും. അപ്പോൾ കട അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യുവാണ്. ഓപ്പണായി. എവിടെ ഇത്ര പെട്ടെന്നാ? ചേച്ചി കാത്തിരിക്കുന്നാ. ഇവിടുന്ന് വന്നത് അടുത്ത നല്ല ഓഫറുണ്ട്. അതന്നെ പണിയെടുക്കണല്ലോ വീട്ടിൽ. എത്രയുണ്ട്? ചില്ലറ $8 തിരിച്ചു കൊടുക്കാം. താങ്ക് യു ഫസ്റ്റ് കസ്റ്റമറാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഗെയിം കേട്ടാ. എടുക്കാൻ പോണ. അയ്യേ, ചോക്കോസ് എടുക്കാനാണ് ഇത്ര ഗെയിമിൽ വന്നത്. എടാ പോടാ. നല്ലുള്ളു. താങ്ക് യു ഫോർ പർച്ചേസിങ്. ഓക്കെ 25 കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കണമെന്ന് ഫസ്റ്റത്തെ ദിവസം. ഓക്കെ, നമുക്ക് $27 കേട്ടാ. 2 കസ്റ്റമർ വന്നേക്കിന് $27. $100 വെച്ച് തുടങ്ങിയ കടയാണ്. നമുക്ക് ഇന്ന് എന്തായാലും ഒരു $100 മുകളിലേക്ക് ഉണ്ടാക്കണം. ഒട്ടൊക്കെ ഉണ്ടല്ലേ. ജിമ്മിന് പോകുന്നുണ്ട്. 50 പൈസ. $41. പുതിയ എന്തെങ്കിലും സാധനം വാങ്ങിക്കണം. അരി വേണ്ട സാധനം സ്റ്റോക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് പുതിയ സാധനം കിടക്കാം. അടുത്ത ഇയാളല്ലേ ഇപ്പോൾ വന്നിട്ട് വാങ്ങിയിട്ട് പോയത്. ഇയാൾ വീണ്ടും വന്നാ?
കോഴിമുട്ട എടുക്കാനൊക്കെ കോട്ട് ചൂട്ടൊക്കെ ഇട്ട്. ആ തക്കാളി സോസ എന്തൊരു സാധനം എന്നാലിത് പെണ്ണേന്നാ. ആ എന്തായാലും നമുക്ക് സാധനം വിറ്റാൽ പോരെ, നമ്മ എന്തിനാക്കാൻ. 50 പൈസൊക്കെ വേണം. 50 പൈസ ഓക്കെ. $48 എടാ. $1 കിട്ടിയുള്ളൂ എനിക്ക് അയാൾ 47 ഇയാള്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കടയിൽ ഇതേ ഉള്ളൂ. 1.50. ഓ $56 കേട്ടാ. രാവിലെ 10 ആയിട്ടുള്ളൂ. കട തുടങ്ങി എത്ര മണിക്ക്? 9 മണിക്കാ. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ $56 ഉണ്ടാക്കി. കുഴപ്പമില്ല. സ്റ്റോക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? സ്റ്റോക്കൊക്കെ ഉണ്ട് സാധനം. 3 സാധനം ഓടി കൊണ്ടുവന്നു. നിങ്ങളെ കാശിലാണോ ആ സാധനം വാങ്ങിയിട്ട്? കാശ് തന്നാൽ മതിയായിരുന്നു. തരുമല്ലോ അല്ലേ? ഓ അയ്യേ, ഒരു മുട്ട വാങ്ങിക്കാനാണ് അയാള്. എന്ത് ബാക്കിയൊന്നുമില്ല, വെക്കോ. കറക്റ്റ് കാശ് തന്നിട്ട് ബാക്കിക്ക് വെയിറ്റ് ചെയ്യുന്ന ഇതിനൊരു ഉദ്ദേശം ഇനി അറിയില്ലുണ്ടാ. ആ ചേച്ചി കടലോട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കടലേറ്റാം. ഒരു ഓഫറുണ്ട്, ഉദ്ഘാടനം നൈസ് ആയതുകൊണ്ട്. അത് കണക്ക് സത്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തായിരുന്നു. അവിടെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് പോയിരിക്കോ, അകത്ത് കയറിക്കോ. അടുത്തവൻ വരുന്നുണ്ട് ചേട്ടാ. കയറി കയറി. ഞാൻ അവിടെ വെക്കാം, പെട്ടെന്ന് എടുത്തിട്ടാ. $2 പാക്കറ്റ് $2 കൊടുക്കാണ്ട് പിന്നെ എന്താ പറ്റണോ? നമുക്ക് സാധനത്തിൻ്റെ വില പതുക്കെ കൂട്ടിയല്ലേ. ആ $4 4.5 ആക്കാം. ഉദ്ഘാടനം കഴിഞ്ഞ്, ഓഫറും കഴിഞ്ഞ്. 7 7. ആ വാങ്ങിക്കല്ലേ കാശ് കൂട്ടിക്കൊണ്ടിരിക്കുക. ആ ഓ വാങ്ങിക്കുന്നുണ്ട് കേട്ടാ. കാശ് കൂട്ടിയിരുന്നൊരു പ്രശ്നമില്ല അന്ന്. ആ $4. ആ എന്തൊരു നാണം നിനക്ക്. നോക്കങ്ങോട്ട്. ഷർട്ടുമ്പോ എന്തൊരു ട്യൂബ്ലൈറ്റാ. എടേ $90 ഇറക്കിയ കാശ് കിട്ടി ഇറക്കുറേ. സ്റ്റോക്ക് ഇറക്കണം പുതിയത് വല്ലതോ. ഇത് 3 ഉള്ളൂ, ഇത് 4 ഉള്ളൂ, ഇത് 8 ഇത് പാക്കറ്റ് മതിയാ? വേറൊന്നും വേണ്ട. 5.50 ഒക്കെ. ഒക്കെ പണി ചേച്ചാൽ വീട് എവിടെ നിൽക്കട്ടെ ഏട്ടാ. അയ്യോ ഗുണ്ടായിരുന്നു. 10 കേട്ടാ. വന്നു അയ്യോ. ഇയാളൊക്കെ സ്ലോ മോഷൻ എടുക്കാൻ തുടങ്ങിയല്ല. ജിമ്മിനായിട്ട് കൈയൊക്കെ തിരിക്കുന്നു. അയ്യോ അടുത്തത്. എടാ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റാ പോടാ. പിന്നെ ഇത്ര ആൾക്കാർ വാങ്ങിക്കൊണ്ടിട്ട് നീ. ഓക്കെ പുതിയൊരു സാധനം കൊണ്ടിറക്കിയല്ല, അത്രേ ഉള്ളൂ. എന്തൊരു ഓയിലേ. ഒരു കുഴപ്പമില്ല, വച്ചിട്ടിരിക്കും. പിന്നെ ഇവിടെ വെക്കും. അയ്യോ അടിയിലും കൊണ്ടേ. ചേച്ചി കാശിട്ടില്ല, പ്രൈസ് വെച്ചിട്ടില്ല. എടുക്കല്ലേ 8. അയ്യോ ഇതമ്മ കാശ് കൂട്ടിട്ടില്ലെങ്കിൽ നമ്മ ഇറക്കിയ കാശിന് സാധനം വാങ്ങിക്കൊണ്ടു തോന്നുന്നു. ചേച്ചി ഒരു മാന്യത്തിയാണ്, അതുകൊണ്ട് സാധനം എടുത്തില്ല. അയ്യോ ഇതെങ്ങനെ തിരിച്ചെടുക്കുക? യു ക്യാൻ ടേക്ക് യുവർ മണി ബൈ റൈറ്റ് ക്ലിക്ക്. ഓക്കെ. അയ്യോ ഞാൻ ഇപ്പോൾ കൂടുതൽ കാശ് തിരിച്ചെടുത്തിരുന്നു. മാനിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 2 പാക്കറ്റ് മുട്ട. സാറാണാ ഏത് സ്കൂളിലെ ദോശ? വീട്ടിൽ സാറാണോ കേട്ടോ? ആള് കടയിലാള് വന്നു. ഇവിടെ ശരിക്കും ഡോറൊക്കെ ഉണ്ട്, നമ്മുടെ ഒറിജിനൽ വെർഷൻ്റെ എത്താം. ഈ വീഡിയോ ഒക്കെ അത്യാവശ്യം ഒരു ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക്. എടാ സാധനം കഴിഞ്ഞ് ഇയാളെന്ത് മൊത്തം വാങ്ങിക്കൊണ്ടായ. അത്യാവശ്യം ഒരു ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക്
ഇത് വാങ്ങിക്കാം. ഒറിജിനൽ വെർഷൻ ഫുൾ വെർഷൻ ഉള്ളത് വാങ്ങിക്കാം. അയ്യോ കാശില്ലല്ലോ. സാധനം സ്റ്റോക്ക് ഉണ്ട്. വരും. അവിടെ രാത്രി 6 മണിയായാ. ഒരു പഠിച്ചില്ലാത്ത സ്വിച്ച്. ഓക്കെ ഇപ്പോൾ പഠിച്ച മതി. വേറെന്താ സ്റ്റോക്ക് ഇല്ലാത്ത? ഓ ആ സാധനം തീരുന്നേ ഏട്ടാ. ചോപ്പ് അതും തീർത്ത്. ഐ കുഡ് നോട്ട് ഫൈൻഡ്. അയ്യോ ആൾക്ക് 2 വേണമായിരുന്നു തോന്നുന്നു കേട്ടാ. എത്ര $19 വേണം സാറേ. നമുക്ക് ആ ചോപ്പ് സാധനം അങ്ങോട്ട് വാങ്ങിക്കാം. ഇനി ആളിഞ്ഞ് കംപ്ലൈൻറ്റ് പറയരുത് സാധനം ഇല്ലാന്നിട്ട്. പിന്നിട്ടവൻ ഇതല്ലേ. നമുക്ക് കുറേ സാധനം ഉണ്ടോണ് കേട്ടോ. കുറേ സാധനം ലോക്ക് കുറക്കാനൊക്കെ ഉണ്ട്. മച്ചോട്ടെ ഞാൻ കാണിച്ചില്ല. അല്ലെ മാശല്ലത് അർണോൾഡാണത്. അർണോൾഡ് ശിവശങ്കരൻ. ഓ ശരി കേട്ടോ. അർണോൾഡിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഒന്നുകൂടെ അർണോൾഡ് നോക്കട്ടെ. ഓ മാനേജ്മെൻറ്റ് കണ്ടോ ഇവിടെ. സ്റ്റാർട്ടർ പാക്ക് നമുക്കൊരു ഫുൾ വെർഷൻ്റെ അകത്താണ് ബാക്കിയുള്ളത്. നമുക്കൊരു പാക്ക് 1 വരെ വാങ്ങിക്കാൻ പറ്റും. സെക്ഷനും ഇവിടെ കുറച്ചുകൂടി വലുതാക്കാൻ പറ്റും. ഓ സ്റ്റോറേജ് ആൾക്കാരെ പണിക്കെടുക്കാനൊക്കെ നമുക്ക് ഫുൾ വെർഷൻ വാങ്ങിക്കേണ്ടി വരും കേട്ടാ. നോക്കാം നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഫുൾ വെർഷനിലോട്ട് കിടക്കാം. അല്ലെങ്കിൽ എങ്ങനെ പോകണമെന്ന് നോക്കട്ടെ. പഞ്ചായത്തി പാസ്ത ഈസ് ടു എക്സ്പെൻസീവ്. പണി വാങ്ങിയാൽ മതി. പൊടി എന്തായാലും ഒന്നും പറഞ്ഞില്ല. ശരി ഇച്ചിരി മനത്തിയാണ്. കുറേ സാധനം ഉണ്ടല്ലോ. എന്താ സ്റ്റോക്ക് വാങ്ങിക്കേണ്ടത്? കോഴിമുട്ടയും മൈദമാവും. മുട്ട മൈദമാവ്. ബ്രെഡും വാങ്ങിയല്ല. അയ്യോ ക്ലോസ്ഡ് ആഫ്റ്റർ 9 PM. കടടക്കം ടൈമായാ. ടേൺ ഓൺ ദ ലൈറ്റ്സ് യൂസിങ്. ഓണൊക്കെ ഉണ്ടല്ലോ. റെഡി. ഇനി ആരുല്ലേ? അവിടെ കട പൂട്ടാനായി. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കട പൂട്ടുകയാണ്. ഓക്കെ അപ്പോൾ എൻട്രി അടിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സംഭവം ലാഭമാണ്. കണ്ട പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വന്ന് $78 ഉണ്ട്. ലാഭമാണ് ഫസ്റ്റ് ദിവസം. അപ്പോൾ നമ്മൾ ഉദ്ഘാടന ദിവസത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്കപ്പോൾ ഇതിൻ്റെ ഇത് നോക്കിയിട്ട് വ്യൂസ് അല്ല ഇതിൻ്റെ ഒരു ആൾക്കാരുടെ ഒരു പ്രതികരണം നോക്കിയിട്ട് സെക്കൻഡ് പാർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ. താങ്ക് യു.